വെൽക്കം ബാക്ക് എല്ലാവർക്കും മനോസ് കിച്ചണിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒത്തിരി കറികളൊന്നുമില്ല, 2 കറികൾ മാത്രം ഉള്ള ഒരു ലഞ്ചാണ്. പക്ഷെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇന്നൊരു പുളിശ്ശേരിയും ഒരു ചിക്കൻ റോസ്റ്റ്, ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പുളിശ്ശേരിക്കായിട്ട് ഞാനൊരു 3 ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇഷ്ടമുള്ള പോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാം. ഞാനിപ്പോൾ റൗണ്ടായിട്ട് കട്ട് ചെയ്തു. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു കുക്കറിലോട്ട് ഈ 3 ക്യാരറ്റ് ഇട്ടു. അതിനകത്തേക്ക് പച്ചമുളക് എരിവിനനുസരിച്ച് ഞാൻ ഒരെണ്ണേ ചേർക്കുന്നുള്ളൂ, വേണമെങ്കിൽ 2-3 എണ്ണമൊക്കെ ഇടാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഒന്ന് മുറിച്ചിട്ടു. കുറച്ച് കറിവേപ്പില, കുറച്ച് വെള്ളം, ഒരുപാട് വേണ്ട, ജസ്റ്റ് ഒരു 1/4 കപ്പ് വെള്ളം മതിയാവും. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ച് ഒരു 3 വിസിൽ വേവിക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് 3 വിസിൽ. കുക്കറിലാകുമ്പം നന്നായിട്ട് വെന്ത് സോഫ്റ്റായി കിട്ടും. അതാണ് പുളിശ്ശേരിക്ക് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ 3 വിസിൽ കഴിയുമ്പം സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. അതിൻ്റെ ആവി പോയിട്ട് തുറന്നാൽ മതി. അപ്പോൾ അടുത്തത് നമ്മളൊരു തരിക്കോഴിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു ചിക്കൻ റോസ്റ്റ് പോലെ തന്നെയാണ്, പക്ഷെ ഒരു കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനായിട്ട് കുഞ്ഞു പീസുകളായിട്ട് വേണം ചിക്കൻ കട്ട് ചെയ്ത് വെക്കാൻ. അപ്പം എല്ലുള്ളതോ ബോൺലെസ്സോ ഏത് വേണമെങ്കിലും എടുക്കാം. എൻ്റെ കയ്യിൽ ബോൺലെസ് ചിക്കൻ ആണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അതൊരു 1/2 കിലോ എടുത്തിട്ടുണ്ട്. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഇതുപോലെ കഴുകി ഒന്ന് വെള്ളം വാർന്നു പോകാനായിട്ട് വെക്കുകയാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് വെക്കുക. ഇനി ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു 10-12 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. 3 മീഡിയം സൈസിലുള്ള സവോള, പിന്നെ ഒരു 10-12 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. വറ്റൽമുളകിനുള്ളിലുള്ള കുരു ഞാൻ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റ് ആണ്. അപ്പോൾ കുരു കളഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ച് എരിവൊന്ന് കുറയ്ക്കാൻ പറ്റും. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി ഇത് ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സി ജാറിലോട്ട് സവോള മുറിച്ചിടുക. സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു 20 ചെറിയ ഉള്ളിയൊക്കെ വേണ്ടി വരും. പിന്നെ ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി, വറ്റൽമുളക് ഇത്രയും ഇട്ടിട്ട് ഒട്ടും വെള്ളം ഒഴിക്കാതെ 1-2 തവണ ഒന്ന് പൾസ് ചെയ്ത് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഒരുപാട് അരയണ്ട. ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഒരു പാത്രം വെച്ച്, ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടാകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക്, കുറച്ച് കറിവേപ്പില, എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചി, വറ്റൽമുളക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റി ഇതിൻ്റെ ചൊവ നല്ലപോലെ മാറണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത ഒരു മണം വരണം. ചെറുതായിട്ട് നിറം മാറി നല്ലൊരു ബ്രൗൺ കളറ് വരുവും വേണം. ഈ ഒരു ചിക്കൻ, ഈ തരിക്കോഴിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ ഇത്. ഈ ഒരു സവോളയും വറ്റൽമുളകും എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്നുള്ളത്. പച്ചപ്പ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതുപോലെ നിറമൊക്കെ മാറി ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല മൂത്ത ഒരു മണം വരും. ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വറ്റൽമുളക് അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പം എരിവുള്ള മുളക് പൊടിയും കൂടെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര സ്പൈസി ആയിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ മുളക് പൊടിയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും യൂസ് ചെയ്യാം. ഇതിനകത്തേക്ക് ഒരു 1 ടീസ്പൂൺ ഗരം മസാലയോ ചിക്കൻ മസാലയോ ഏതെങ്കിലും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി പൊടികളുടെ ഒരു ചൊവയും കൂടി അങ്ങ് മാറണം. അത് നന്നായിട്ട് മൂത്ത മസാലയുടെ നല്ലൊരു മണമൊക്കെ വന്നു കഴിയുമ്പം ചിക്കൻ കഴുകി വെള്ളം മാർന്നു പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇട്ട് കൊടുക്കുക. എല്ലുള്ള ചിക്കൻ വേണമെങ്കിലും ഉപയോഗിക്കാം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ. പക്ഷേ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. എല്ലുള്ള ചിക്കനാണ് കൂടുതൽ ടേസ്റ്റ് എപ്പോഴും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തു. ആവശ്യത്തിന് ഉപ്പിടാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ തക്കാളി ഒന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ നീരോ വിനീഗറോ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു ചെറിയ നാരങ്ങയുടെ പകുതി ഒന്ന് പിഴിഞ്ഞ് ഒഴിക്കുകയാണ്. ഒരു ടീസ്പൂൺ വിനീഗർ ഒഴിച്ചാലും മതി. നിങ്ങൾ നോൺ സ്റ്റിക്ക് പാത്രമൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ അടച്ചു വെച്ചാൽ മതി. ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാനിപ്പം നോൺ സ്റ്റിക്ക് അല്ലല്ലോ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട്, ചിക്കനെന്ന് വെള്ളം വരുന്ന സമയം കൊണ്ട് അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് മാത്രം ജസ്റ്റ് ഒരു 1/4 കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ
മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ആ പാത്രത്തിൽ അടിയിൽ പിടിച്ചിരുന്ന മസാലയൊക്കെ ഇളകി വന്നത് കണ്ടോ? അതിനായിട്ടാണ് കേട്ടോ. ജസ്റ്റ് ഒരു 1/4 കപ്പേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഇത് ചെറിയ തീയിൽ നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി. ഓക്കെ, ആ സമയം കൊണ്ട് നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. തുറന്ന് നോക്കാം. ക്യാരറ്റ് നല്ലപോലെ വെന്തിട്ടുണ്ടാവും. അതൊരു സ്പൂണോ ഫോർക്കോ അല്ലെങ്കിൽ ഇതേപോലെ പൊട്ടറ്റോ മാഷറോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇത് ശരിക്കും ക്യാരറ്റ് പുളിശ്ശേരി എന്ന് പറയുന്നെങ്കിലും ക്യാരറ്റിൻ്റെ ഭയങ്കര ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ. കാരണം അറിയാമല്ലോ, ക്യാരറ്റിന് പൊതുവെ വളരെ മൈൽഡായിട്ടുള്ളൊരു രുചിയാണുള്ളത്. പക്ഷേ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴായാലും നല്ലതാണ്. അപ്പോൾ ഇത് ഉടച്ചു വെച്ചു. ഇനി ഇതിനായിട്ട് അരപ്പുണ്ടാക്കണം. സാധാരണ പുളിശ്ശേരിയുടെ അരപ്പ് ജസ്റ്റ് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 2 അല്ലി ചെറിയ അല്ലി വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ അളവിൽ പെരുംജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചു വെച്ചു. ഇനി ഇതേ മിക്സി ജാറിലോട്ട് തന്നെ ഒരു 2 കപ്പ് തൈര്, അതായത് 1 കപ്പ് തൈര് ഒഴിച്ചിട്ട് ഒന്നടിച്ചെടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അടിച്ച് തൈരിൻ്റെ കട്ടയൊക്കെ മാറി ഇതുപോലെ ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട്. അതും കൂടി അരപ്പിൻ്റെ കൂടെ ഒഴിച്ച് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി ഇന്നത് ക്യാരറ്റിനകത്തോട്ട് ചേർക്കുന്ന സമയത്ത് വെള്ളം കൂടുതൽ വേണം. പുളിശ്ശേരി കുറച്ചും കൂടി ലൂസ് ആവണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്താൽ മതി. നന്നായി മിക്സ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ തരിക്കോഴി ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് അടിയിൽ പിടിക്കാതെ നോക്കണം. അപ്പോൾ ഇനി ക്യാരറ്റ് വേവിച്ച് വെച്ചത് വീണ്ടും ഒന്ന് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് നമ്മൾ അരപ്പും തൈരും കൂടി മിക്സ് ചെയ്ത് വെച്ചില്ലേ, അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം വേണമെന്ന് കുറച്ചും കൂടി ലൂസ് ആവണം എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് ഒഴിക്കുക. ഞാനൊരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് ഒന്ന് ചൂടായി വന്നാൽ മതി. അതിന് മുന്നേ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒന്ന് ചൂടായാൽ മാത്രം മതി, ഒട്ടും തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ തൈരും തേങ്ങയെല്ലാം കൂടി പിരിഞ്ഞു പോകും. ചെറുതായിട്ടൊന്ന് ആവി വന്ന് തുടങ്ങുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം. അപ്പോഴേക്കും ആ തേങ്ങയുടെ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് താളിച്ചും കൂടി ചേർക്കാം. എണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണയാണ്. കുറച്ച് കടുക്, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, 2-3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച പുളിശ്ശേരിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ക്യാരറ്റ് പുളിശ്ശേരി റെഡി. പറഞ്ഞ പോലെ നല്ല ഹെൽത്തി ആയിട്ട് കുട്ടികൾക്കൊക്കെ ആയാലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ തരിക്കോഴിയും റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 3-4 പ്രാവശ്യം ഇടയ്ക്ക് തുറന്ന് ഇളക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. ഇത് കുറച്ചും കൂടി ചിക്കൻ മൊരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒന്ന് തീ കൂട്ടിയിട്ടിട്ട് നല്ലോണം കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. ചോറിൻ്റെ കൂടെയൊക്കെ പക്ഷേ ഈ ഒരു രീതിയിലാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പോൾ ഇനി നമുക്ക് ചോറ് വിളമ്പാം. നല്ല കുത്തരി ചോറ്, ക്യാരറ്റ് പുളിശ്ശേരി, തരിക്കോഴി, നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ 2 കറികളും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.